കാർഷിക വാർത്തകൾ. കർഷകരെ പ്രതിസന്ധിയിലാക്കി കൊക്കോ വിലയിൽ ഇടിവ്. ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരണം കുറച്ചതോടെ ഒരാഴ്ചക്കിടെ കൊക്കോ വിലയിൽ വൻ ഇടിവാണ് ഉണ്ടായത്. വിപണിയിൽ നിന്ന് കൊക്കോ കുരു നേരിട്ട് സംഭരിച്ചുകൊണ്ടിരിക്കുന്ന കാംകോയും കാഡ്ബറീസും ഇപ്പോൾ സംഭരണം നിർത്തിവച്ചിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ മലഞ്ചരക്ക് കടകളും കർഷകരിൽ നിന്ന് കുരു വാങ്ങുന്നില്ല. ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങി സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാർ വഴിയാണ് സംഭരണം മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. ഇവരുടെ ഇടപെടലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. തുടർച്ചയായ മഴ മൂലം ഡയറുകളിലാണ് കർഷകർ കുരു ഉണങ്ങുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ കൊക്കോ കുരുവിന് 600 രൂപയ്ക്ക് മുകളിലാണ് വില. പച്ചക്കൊക്കോ സംഭരിക്കുന്ന ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുവിന് 80 രൂപയിൽ താഴെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഉണങ്ങിയതിന് 360 രൂപ വരെ കർഷകർക്ക് ലഭിക്കും. കഴിഞ്ഞ വർഷം മുതലാണ് കൊക്കോയ്ക്ക് വില വർദ്ധിക്കാൻ തുടങ്ങിയത്. 700 രൂപയ്ക്ക് മുകളിൽ വരെ വില ഉയർന്നിരുന്നു. ഉയർന്ന വില കൊടുത്ത തൈകൾ വാങ്ങി കൃഷി ചെയ്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടി വരുന്ന നാളുകളിൽ വിപണിയിലെത്തുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകും. ഇടനിലക്കാരുടെ ഇടപെടലാണ് കമ്പനികളെ സംഭരണത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റിയെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റംബൂട്ടാൻ വില കുത്തനെ ഇടിഞ്ഞതോടെ പ്രതിസന്ധിയിലായി കർഷകരും കച്ചവടക്കാരും. കിലോഗ്രാമിന് വിപണിയിൽ 250 രൂപയുണ്ടായിരുന്ന റംബൂട്ടാൻ വില ഉൽപാദനം വർദ്ധിച്ചതോടെ 150 രൂപയിലേക്ക് കൂപ്പുകുത്തി. കച്ചവടക്കാർ മുൻകൂട്ടി കർഷകരോട് റംബൂട്ടാൻ വില നിശ്ചയിച്ച് ധാരണയിലെത്തുകയും സീസണിൽ വലയിട്ട് സംരക്ഷിച്ച പഴമാകുമ്പോൾ വിളവെടുക്കുന്നതുമാണ് രീതി. എന്നാൽ വില കുത്തനെ താഴ്ന്നതോടെ കച്ചവടക്കാരും കർഷകരും വൻ പ്രതിസന്ധിയിലായി. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ ശക്തിപ്പെട്ടതോടെ റംബൂട്ടാൻ കയറ്റി അയക്കുന്ന നടപടികൾ നിലച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ 36 മണിക്കൂറിനകം പഴം വിൽപ്പന നടത്തി ഉപയോഗിച്ചില്ലെങ്കിൽ റംബൂട്ടാൻ തൊണ്ടിൽ കറുപ്പ് നിറം പിടിച്ച് പൾപ്പ് ചീത്തയാകും. കേരളത്തിലാകട്ടെ മഴ തുടരുന്നത് കച്ചവടം കുറയുന്നതിന് ഇടവരുത്തി. വിലയിടിവ് തടയാൻ കൃഷിവകുപ്പ് ഇടപെടണമെന്നും ഹോർട്ടികോർപ്പ് വഴി റംബൂട്ടാൻ സംഭരിച്ച് ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. റബ്ബർ കൃഷി ലാഭകരമല്ലാതായതോടെ ഒട്ടുമിക്ക കർഷകരും ഇതുപേക്ഷിച്ച് പകരം പൈനാപ്പിൾ, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ എന്നിവയിലേക്ക് തിരിഞ്ഞിരുന്നു. മിക്കവാറും തോട്ടങ്ങളിൽ പഴം വിളവെടുക്കുന്ന സമയമായതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ വിഷമിക്കുകയാണ്. ശരാശരി ഒരു വർഷം 250 കോടിയുടെ റംബൂട്ടാൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റബ്ബർ വിപണിയിൽ വീണ്ടും വിലയിടിവ്. ഒരു മാസത്തിനിടെ RSS 4-ന് 25 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ടയർ കമ്പനികൾ റബ്ബർ വാങ്ങാത്തതാണ് വില ഇടിയാൻ കാരണമായത്. ജൂലൈ 22-ന് കോട്ടയത്ത് 215 രൂപയിലായിരുന്നു വ്യാപാരം. ഓഗസ്റ്റ് 29 ആയപ്പോഴേക്കും അത് 189 രൂപയായി കുറഞ്ഞു. ടയർ കമ്പനികൾ വിപണിയിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞതാണ് താൽക്കാലിക ഇടിവിന് പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിലും വില ഇടിഞ്ഞു തുടരുകയാണ്. ബാങ്കോക്കിൽ RSS 4-ന് 185.96 രൂപയാണ് ഇപ്പോഴത്തെ വില. കേരളത്തിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ വിളവെടുപ്പിനെ തകർത്തു. മഴമറയോടെയും രാത്രി മുഴുവൻ നീളുന്ന മഴയിലും ടാപ്പിങ്ങിന് വഴിയില്ല. ഓണക്കാലം തൊട്ടുകൊണ്ട് വില മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ മാത്രമേ ഇപ്പോൾ കർഷകർക്കുള്ളൂ. വില ഇടിയിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ചൈനീസ് ഏജൻസികളുടെ വിപണി വിട്ടുപോകൽ എന്നാണ് തായ് കർഷകരുടെ ആരോപണം. എന്നാൽ കച്ചവട സാധ്യതകളുടെ മാറ്റം മറിച്ചില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വില കുറഞ്ഞിട്ടും ഇന്ത്യൻ ടയർ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും വലിയ തോതിൽ റബ്ബർ വാങ്ങുന്നില്ല. മറിച്ച് വിലക്കുറവിൽ ശേഖരിച്ച റബ്ബർ പിന്നീട് വിപണിയിലിറക്കി തദ്ദേശീയ വില നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന അനധികൃത ഏലം ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ്. അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത ആളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഇത്തരം ലേലങ്ങൾ അനധികൃതമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സ്പൈസസ് ബോർഡ് അറിയിച്ചു. CLM കാർഡമം ലൈസൻസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമപ്രകാരം ബോർഡിന്റെ അംഗീകൃത ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് ലേലക്കാരായോ ഡീലർമാരായോ പ്രവർത്തിക്കാൻ അനുവാദം. ചില സ്ഥാപനങ്ങളും സംഘങ്ങളും ലൈസൻസുള്ള ചില വ്യാപാരികളും അനധികൃത ലേലങ്ങളിൽ പങ്കെടുത്തതായി കണ്ടെത്തിയതായി ബോർഡ് വ്യക്തമാക്കി. ലൈസൻസുള്ള ലേലക്കാർക്ക് ബോർഡ് അംഗീകരിച്ച സ്ഥലങ്ങളിലും തീയതികളിലും മാത്രമേ ലേലം നടത്താനാവൂ. അനധികൃത ലേലങ്ങൾ നിയമപരമായവർക്കും കർഷകർക്കും സാമ്പത്തിക നഷ്ടവും വ്യാപാരത്തിലെ സുതാര്യതയ്ക്ക് ഭീഷണിയും ഉണ്ടാക്കുന്നുവെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടി. വ്യാപാരികൾ രജിസ്റ്റർ ചെയ്ത എസ്റ്റേറ്റുകളിലെ ഉടമകളിൽ നിന്നും കർഷകരിൽ നിന്നും അല്ലെങ്കിൽ ലൈസൻസുള്ള ലേലക്കാരിൽ നിന്നും മാത്രമേ ഏലം വാങ്ങാവൂ എന്നു നിർദ്ദേശം. ഇടുക്കിയിലെ പുറ്റടി, തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂർ തുടങ്ങി മറ്റ് അംഗീകരിച്ച കേന്ദ്രങ്ങളിലെ ഈ ലേലങ്ങളിൽ ലൈസൻസ് ഉള്ളവർക്ക് പങ്കെടുക്കാനാവും. ലൈസൻസ് കരസ്ഥമാക്കിയവരുടെ വിവരങ്ങൾ സ്പൈസസ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ബോർഡ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണം സീസണായതോടെ നേന്ത്രപ്പഴ വില വീണ്ടും ഉയരാൻ തുടങ്ങി. പ്രാദേശികമായി കായ ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. ഇടക്കാലത്ത് മുരടിച്ച നേന്ത്രപ്പഴ വില ഓണം സീസണായതോടെ വീണ്ടും ഉയരാൻ തുടങ്ങി. വില 55-ൽ നിന്ന് 40-ലേക്ക് താഴ്ന്ന കിലോ വില ഓണം അടുത്തെത്തിയതോടെ 50-ലെത്തിയിട്ടുണ്ട്. ഓണമാകുന്നതോടെ ഇത് 60-ലെങ്കിലും എത്തുമെന്നാണ് കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നത്. ഓണം വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള ശർക്കര ഉപ്പേരി
വറുത്ത ഉപ്പേരി തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായാണ് ഓണം സീസണിൽ നേന്ത്രക്കുലകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ കുലകൾക്ക് സമാനമായ കൂടുതൽ തൂക്കം വരുന്ന മേട്ടുപ്പാളയം കുലകളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഒഴുകുന്നത്. വലിയ കുലകളുടെ തണ്ടിന് 2 മുതൽ 2.5 കിലോ വരെ തൂക്കമുണ്ടാവുന്നതും വലിയ കുലകൾ വിറ്റ് തീരാനുള്ള കാലതാമസവും ചില്ലറ കച്ചവടക്കാരെ അലട്ടുന്നുണ്ട്. നേന്ത്രപ്പഴ വിപണി വില പിടിച്ചു നിർത്തുന്ന വയനാടൻ കായകളുടെ വരവ് നിലച്ചതും മേട്ടുപ്പാളയം കായകൾക്ക് നല്ല അവസരമുണ്ടാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാടൻ കായകളുടെ വരവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ തുടർച്ചയായ 4ാം ദിവസവും മാറ്റമില്ല. ഓണ ഡിമാൻഡിൽ എണ്ണ വിപണിക്കൊപ്പം കൊപ്ര വിലയും തിരിച്ചുവരവ് പ്രതീക്ഷിച്ചെങ്കിലും വില മാറ്റമില്ലാതെ തുടരുകയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ 4ാം ദിവസവും മാറ്റമില്ലാതെ നിലകൊണ്ടു. ഓണവിൽപ്പനയ്ക്കിടയിൽ എണ്ണ മാർക്കറ്റിൽ കുതിച്ചുചാട്ട സാധ്യതകൾ മുന്നിൽ കണ്ട് വൻവിലയ്ക്ക് കൊപ്ര വിറ്റഴിക്കാൻ കാത്തിരുന്ന തമിഴ്നാട്ടിലെ പല വൻകിട സ്റ്റോക്കിസ്റ്റുകളും വിൽപ്പനയിലേക്ക് തിരിഞ്ഞതായാണ് അവിടെ നിന്നുള്ള വിവരം. കങ്കയത്തെ കൊപ്രയാട്ട് മില്ലുകാർ ചരക്ക് സംഭരണ നയത്തിൽ വരുത്തിയ മാറ്റം മൂലം നിരക്കിന്ന് 21,250 രൂപയായി അവിടെ താഴ്ന്നു. ഓണത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നും വൻ ഓർഡറുകൾ സ്റ്റോക്കിറ്റുകൾ പ്രതീക്ഷിച്ചു. എന്നാൽ വെളിച്ചെണ്ണയുടെ ഉയർന്ന വില വിൽപ്പനയെ ബാധിച്ചു. പ്രാദേശിക മാർക്കറ്റിൽ പാമോയിലും സൂര്യകാന്തി എണ്ണയും വിലക്കുറവിന്റെ മികവിൽ മുന്നേറുകയാണ്. ഏലം വിളവെടുപ്പ് പല ഭാഗങ്ങളിലും ഊർജിതം. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ 1,693 കിലോ ഏലക്ക എത്തിയതിൽ 1,367 കിലോയും വിറ്റഴിഞ്ഞു. അനുകൂല കാലാവസ്ഥയിൽ വിളവ് ഉയരുന്നതായാണ് വിവരം. ഓണം പടിവാതുക്കൽ നിൽക്കെ ഏലക്ക അഭ്യന്തര ഡിമാൻഡ് ഉൽപാദകർക്ക് ആവേശമായി. ചില ഭാഗങ്ങളിൽ മഴ വിളയെ ബാധിച്ചതായും ഉൽപാദകർ. ഓണത്തിനു മുന്നേ പരമാവധി വിളവെടുപ്പിനുള്ള ശ്രമത്തിലാണ് ചെറുകിട കർഷകർ. അന്തർ സംസ്ഥാന ഇടപാടുകാർ ലേലകേന്ദ്രങ്ങളിൽ സജീവമാണ്. ശരാശരി ഇനങ്ങൾ കിലോ 2,506 രൂപയിലും മികച്ച ഇനങ്ങൾ 3,099 രൂപയിലും കൈമാറി. മഴ കനത്തതിനിടയിൽ റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിലും ടാപ്പിംഗ് തടസ്സപ്പെട്ടു. ജൂലൈ അപേക്ഷിച്ച ആഗസ്റ്റിൽ റബ്ബർ ഉൽപാദനം ഉയർത്താനാവുമെന്ന നിഗമനത്തിലായിരുന്നു വലിയ പങ്ക് ഉൽപാദകർ. എന്നാൽ കാലവർഷം ശക്തമായി തുടർന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. നിലവിലെ കാലാവസ്ഥ വിലയിരുത്തിയാൽ ഓണത്തിന് ശേഷം ആകാശം തെളിയാൻ സാധ്യതയുണ്ട്. RSS 4ാം ഗ്രേഡ് 19,100 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 189, RSS 5 186, ലാറ്റക്സ് 132, ജാതിക്ക 300, ജാതിപത്രി 1,800 മുതൽ 2,000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 340, കുരുമുളക് ഗാർബിൾ 71,600, കുരുമുളക് അൺഗാർബിൾ 69,600, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 21,600, ചുക്ക് 22,500.